ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആങ്ങളുടെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചായൻ്റെ കടി ഉണ്ടാക്കിയ നൂൽപുട്ടാണ്. പിന്നെ ഇതാ കറി ചെറുപയറും കിഴങ്ങോട്ട് കണ്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മൾ നൂൽപുട്ടും കറിയൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കണ്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ മുഴുവനായിട്ട് ചുട്ടെടുത്തിക്കണ്. ഇപ്പോൾ ഇതാ വിറകടുപ്പിൽ ഇതാ ചോറും തീമിട്ടിക്കണ്. പിന്നെ ചെറുപയറുണ്ട് ഉപ്പേരി വെക്കാൻ വെള്ളത്തിലിട്ട് വെച്ചത്. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കുന്നത് വെണ്ടക്കയും തക്കാളിയാണ്. അപ്പോൾ വെണ്ടക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മുഴുവനായിട്ട് വെണ്ടക്കൊക്കെ അരിഞ്ഞെടുത്തിക്കണ്. ഇനി ഒരു ചട്ടി അടുപ്പിൽ ഒഴിച്ചെടുത്ത് എണ്ണ ചൂടായപ്പം വെണ്ടക്കൊക്കെ അതിലിട്ട് കൊടുക്കുകയാണ്. വെണ്ടക്ക ആദ്യം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കറിക്കൊരു കൊഴുപ്പേക്കാരം. അപ്പോൾ ഇതാ നമ്മളങ്ങനെ വെണ്ടക്കൊക്കെ നന്നായിട്ട് വറുത്തെടുത്താണ്. പിന്നെ അതിക്ക് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1.5 സ്പൂൺ മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ആ പൊടിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് പാകത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കാണ്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. ഇനിയിപ്പോൾ അതിലേക്കുള്ള നാളികേരം ഒന്ന് ചിരകിയെടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മളങ്ങനെ ഫുള്ളായിട്ട് ചിരകിയെടുത്ത് ഒരു മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നാളികേരത്തേക്ക് ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മളങ്ങനെ അരച്ച് വെച്ചപ്പോൾ തന്നെ നമ്മളെ ചോറൊന്ന് വെന്ത് കിട്ടിയിരിക്കണ്. ഇനിയിപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കണം. പെട്ടെന്ന് വേവണ അരിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കറി അടുപ്പത്ത് വെച്ചപ്പോൾ തന്നെ നമ്മൾ ചോറും കൂടെ വെന്ത് കിട്ടി. ഇനിയിപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കണം. അങ്ങനെ തന്നെ നമ്മൾ ചോറും ഇവിടെ മുഴുവനായിട്ട് ഊറ്റി വെച്ചു. ഇനി നമുക്ക് കറിയൊക്കെ അരച്ച് വെച്ച നാളികേരം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതാ നമ്മൾ നാളികേരം ഒഴിച്ചു കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അതും കൂടെ ഒഴിച്ചു കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ അതാ കറി ഒന്ന് താളിച്ചെടുക്കണം. അതിനെന്താ ഒരു ചട്ടിയിൽ എണ്ണ ചൂടാകാൻ വെച്ച് കൊടുത്തിരിക്കണം. അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്ത് പൊട്ടിക്കുക. ശേഷം കുറച്ച് കടുകും ഇട്ട് കൊടുത്തു. പിന്നെ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താണ്ട് ഒന്ന് താളിച്ചെടുക്കുക. ഇനിയിപ്പോൾ അതാ നമ്മൾ ഉപ്പേരിക്ക് മമ്പയർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ, അത് കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അതാ നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്കുള്ള മസാലപ്പൊടികൾക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇവിടെ കഴിഞ്ഞിരിക്കണ്, അതുകൊണ്ട് ഞാൻ മുളകും പൊടി ഇട്ട് കൊടുത്തതാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരിക്കണ്. പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തുകാണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തുകാണ്ട് കുക്കറൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നാത്തും കൂട്ടി മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തേക്കണ്. എന്നിട്ട് ആ മീനൊക്കെ നന്നായിട്ട് കഴുകി ഇപ്പം മസാല ഒക്കെ പുരട്ടി വെക്കുകയാണ്.
ഇനിയിപ്പോൾ അതാ ഞാൻ ഇവിടെ മത്തനൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കുകയാണ്. പരിപ്പും മത്തനും ഇട്ട് കാണ്ട് ഒരു കൂട്ടാൻ പോലെ ആക്കി വെക്കാമെന്ന് കരുതി കാണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മത്തനൊക്കെ അവിടെ നുറുക്കി വെച്ചു. ഇനിയിപ്പോൾ അത് നമ്മൾ പരിപ്പ് അവിടെ വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. ഇനി നമുക്ക് നുറുക്കി വെച്ച മത്തൻ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇനിയിപ്പോൾ അതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് നാളികേരം ചിരകി എടുത്തേക്കണ്. അതൊക്കെ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തേക്കണ് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഒന്നിങ്ങോട്ട് അരിഞ്ഞ് കിട്ടിയാൽ മതി. നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. പിന്നെ ഇതൊക്കെ കുറച്ച് നല്ല ജീരകവും കൂടെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ അതവിടെ അരച്ച് മാറ്റി വെച്ചിക്കണ്. അപ്പോഴേക്ക് നമ്മൾ മമ്പയർ ഒന്ന് വെന്ത് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്കൊന്ന് താളിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് ആ ഉള്ളി മൂത്ത് വന്നപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തേക്കാണ്. ഇനി അത് നമുക്ക് ഉപ്പേരിക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതങ്ങടെ റെഡിയാക്കി വെച്ചിക്കണ്. ഇനിയിപ്പോൾ നമ്മൾ പരിപ്പും മത്തനുള്ള കറിക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ അത് ആ ഒരു ചട്ടിയിൽ എണ്ണ ചൂടാകാൻ വെച്ച് കൊടുത്തേക്കണ്. അതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തേക്കണ്. പിന്നെ കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വറവിട്ടുന്നു കേട്ടോ. പിന്നെ ആ കറിവേപ്പില ഇട്ട വീഡിയോ എൻ്റെ നിന്ന് മിസ്സായി പോയി. പിന്നെ ആ മീനൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ ആ മീനവിടെ ചട്ടിയിലിട്ട് കാണി ഞാൻ അകത്തു കൂടെ ഒക്കെ ഒന്ന് തുടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുക്ക് നാത്തൂന് അതൊക്കെ ഒന്ന് അടിച്ചൊരിട്ടിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങളെ തുടക്കലും കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞിപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തപ്പം ചായക്കുള്ള വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ ചായയൊക്കെ തിളച്ച് പൊടി പഞ്ചസാരയൊക്കെ ഇട്ടട വെച്ചിക്കണ്. ഇനിയിപ്പോൾ അധികം കടി ഉണ്ടാക്കുന്നത് സമൂസയാണ്. അപ്പോൾ മസാലയൊക്കെ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു. സമൂസേൻ്റെ ഓല മടക്കാൻ നേരത്താണ് ഓർമ്മ വന്നത് മൈദ ഇല്ലല്ലോ എന്ന്. അപ്പോൾ നമ്മൾ പച്ചവെള്ളം എടുത്തിട്ടാണ് കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. നന്നായിട്ട് ഒട്ടി കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മളൊക്കെ ചുറ്റി എടുത്തേക്കാണ്. ഇനി അതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ അടുക്കത് നമ്മൾ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ. ഇനി അതൊക്കെ ഓരോന്ന് അതൊക്കെ ഇട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിക്കണ്. ഇനി അതൊരു പാത്രത്തിൽ കോരി മാറ്റി വെക്കാം. ഇനി ഇതാ അടുത്ത ട്രിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ നമ്മളെല്ലാം അങ്ങനെ പൊരിച്ചെടുത്തേക്കണ്. ഇനി ഞങ്ങൾ ചായ കുടിച്ചാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് കപ്പ് കേക്കും കൂടി എടുത്തേക്കണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും കണ്ട് വന്നാൽ സബ്സ്ക്രൈബും ചെയ്തോളിട്ടോ.